സത്യമാണത്. കേവലം സത്യവാനെ അങ്ങനെ ചെയ്യാനാകൂ. എന്നെ പോലെ അഹങ്കാരിയും പ്രതികാരിയും നിർബുദ്ധിയും ഇത്തരം സത്യം എങ്ങനെ മനസ്സിലാക്കുവാനാണ് ധർമ്മഗുപ്ത? അതിനാൽ ഞാൻ പ്രാണരക്ഷ യാചിക്കുകയാണ് ധർമ്മഗുപ്ത. പ്രാണരക്ഷ? എന്റെ പിതാവിന്റെ ഘാതകന്റെ പ്രാണരക്ഷയോ? ഒരിക്കലുമില്ല. നിർത്തണം ധർമ്മഗുപ്ത. ഹത്യയ്ക്ക് പകരം ഹത്യ എന്നത് ഘാതകന്റെ നീചവൃത്തന്റെ പ്രവൃത്തിയാണ്. ശിവഭക്തന്റെ അല്ല, ധർമ്മഗുപ്തന്റെ അല്ല. എന്റെ പ്രാണൻ രക്ഷിക്കണേ ഗുരു, എന്റെ പ്രാണൻ രക്ഷിക്കണേ. രക്ഷിക്കാം, ഞാൻ നിന്റെ പ്രാണൻ രക്ഷിച്ചേക്കാം. പക്ഷേ ഒരു ഉറപ്പ് തരണം, നീ വിദർഭ രാജ്യത്തിനെതിരെ ഗൂഢാലോചന നടത്തുകയില്ല എന്ന്. ഞാനിതാ വാക്കു തരുന്നു. വിദർഭയ്ക്കും അങ്ങയ്ക്കുമെതിരായി യാതൊന്നും പ്രവർത്തിക്കുകയില്ലെന്ന്. എന്നും താങ്കൾക്കായി ശുഭകാര്യങ്ങൾ പ്രവർത്തിക്കും. ശിവഭക്തി എങ്ങും പ്രചരിപ്പിച്ചുകൊണ്ട് സദാചാരത്തോടെ സ്വന്തം രാജ്യം ഭരിച്ചുകൊള്ളണം. ഭഗവാൻ ശിവൻ താങ്കൾക്ക് സുബുദ്ധി നൽകട്ടെ. ഓം നമ ശിവായ. എനിക്കൊരപേക്ഷയുണ്ട് മഹാരാജൻ ധർമ്മഗുപ്ത. അങ്ങ് എന്റെ രാജ്യവും വിദർഭ രാജ്യവും ചേർത്ത് പരിപാലിക്കണം. ഞാൻ എന്റെ ജീവന്റെ മുക്തിക്കായി ശിവപ്രദോഷ വ്രതം ആചരിക്കാൻ പോവുകയാണ്. ഓം നമ ശിവായ. വിദർഭ രാജ്യത്തിലെ പ്രജകളെ, വർഷങ്ങൾ മുൻപ് ധർമ്മഗുപ്തന്റെ പിതാവ് സത്യവ്രതൻ പ്രദോഷവ്രതം പൂർത്തിയാക്കാത്തതിനാൽ അദ്ദേഹം വധിക്കപ്പെട്ടു. അദ്ദേഹത്തിന്റെ രാജ്യം അന്യാധീനമായി. ഇന്ന് ധർമ്മഗുപ്തനാൽ പ്രദോഷവ്രതം പൂർത്തിയാക്കപ്പെട്ടതിനാൽ ആ രാജ്യം വീണ്ടും അധീനത്തിലായി. ഈ സത്യം ശിവപ്രദോഷ വ്രതത്തിന്റെ മാഹാത്മ്യം തെളിയിക്കുന്നു. വിദർഭരാജൻ മഹാരാജ ധർമ്മഗുപ്തൻ, വിദർഭരാജൻ മഹാരാജ ധർമ്മഗുപ്തൻ, വിദർഭരാജൻ മഹാരാജ ധർമ്മഗുപ്തൻ. ഈ ശുഭാവസരത്തിൽ ഞാൻ ഉദ്ഘോഷിക്കുന്നു, വേഗം തന്നെ എന്റെ പുത്രി അംശുമതിയുടെ വിവാഹം മഹാരാജൻ ധർമ്മഗുപ്തനുമൊത്ത് ആഘോഷപൂർവ്വം നടത്തപ്പെടും. ഹർഷോല്ലാസത്തിന്റെ ഈ ശുഭാവസരത്തിൽ ശിവകൃപയാൽ ഞാനൊരു വസ്തുത പറയാൻ ആഗ്രഹിക്കുന്നു. ഞാനിന്ന് നിങ്ങളുടെ മുന്നിൽ നിൽക്കുവാൻ കാരണം എന്റെ മാതാവ് ഉമാദേവിയുടെ മമത ഒന്നു മാത്രമാണ്. അവർ എന്നെ സസ്നേഹം പരിപാലിച്ചു വളർത്തി. അതിനുള്ള പ്രതിഫലം നൽകാൻ എനിക്കാകില്ല. പക്ഷെ ഒന്നുറപ്പാണ്, എന്റെ ശിരസ് സദാ അമ്മയുടെ ചരണങ്ങളിൽ നമ്രശീർഷമായിരിക്കും. ഇന്നു മുതൽ അമ്മ വിദർഭ രാജ്യത്തെ രാജമാതാവായി സർവദാ ബഹുമാനിക്കപ്പെടും. എന്റെ ഭ്രാതാവ് ശുചിവ്രതൻ രാജ്യഭരണത്തിൽ എന്നെ പരിപൂർണമായി സഹായിക്കും. എല്ലാവരും ഇപ്പോൾ ഒരുമിച്ച് ഭക്തിപൂർവം വിളിച്ചാലും പരാൽ പരബ്രഹ്മം പരമേശ്വരൻ ജയിക്കട്ടെ, ഭഗവാൻ ശിവശങ്കരൻ ജയിക്കട്ടെ. നാരായണ നാരായണ. ഇതെല്ലാം ഭഗവാൻ ശിവന്റെയും ദേവി പാർവതിയുടെയും കൃപയുടെ ഫലമാണ്. കടന്നു പോന്ന അനിഷ്ട സംഭവങ്ങളിൽ നിന്ന് നമുക്ക് അനുഭവവേദ്യമാകുന്നു നമ്മൾ ശിവപ്രദോഷ വ്രതത്തിനോട് വിമുഖത കാണിക്കരുത് എന്ന്. ദേവർഷി നാരദൻ സത്യമാണ് പറഞ്ഞത്. ഞാനിത് ഉദ്ഘോഷിക്കുന്നു, നമ്മുടെ രാജ്യത്തെ ഓരോ ഗ്രാമങ്ങളിലും ശിവക്ഷേത്രങ്ങൾ നിർമ്മിക്കപ്പെടുമെന്ന്. അങ്ങനെ ശിവാരാധന പ്രചരിപ്പിക്കപ്പെടും. വിളിക്കൂ, ഹര ഹര മഹാദേവ, ഹര ഹര മഹാദേവ, ഹര ഹര മഹാദേവ. പ്രണാമം മാതാവേ. ചിരഞ്ജീവി ഭവ. ഓം നമഃ ശിവായ. സ്വാമിൻ, കണ്ടില്ലേ നമ്മുടെ സീമന്തപുത്രന്മാരെ? ഇവർ ശക്തരായ ദൈത്യന്മാരായി ജഗത്തിൽ നമ്മുടെ എല്ലാം നാമങ്ങൾ ഉജ്ജ്വലമാക്കും. പ്രണാമം പിതാവേ. ആയുഷ്മാൻ ഭവ, മംഗളം ഭവ.
സ്വാമിനി ഇവർക്ക് നാമകരണം ചെയ്താലും. മക്കളെ, നിങ്ങളുടെ കേശം സ്വർണവർണ്ണത്തിൽ തിളങ്ങുകയാണ്. നിങ്ങളുടെ നാമത്തോടൊത്ത് സ്വർണം അഥവാ ഹിരണ്യം എന്ന വാക്കിന് ബന്ധമുണ്ടാകും. അതായത് നിങ്ങൾ ഇരുവരുടെയും നാമം ഹിരണ്യ ശബ്ദത്തിൽ ആരംഭിക്കണം. നിന്റെ നാമം ഹിരണ്യാക്ഷൻ. നിനക്ക് ഹിരണ്യകശിപു എന്ന നാമമായിരിക്കും ഉത്തമം. സുന്ദരം, അതിസുന്ദരം. രൂപത്തിന് അനുകൂലിച്ച നാമം തന്നെ സ്വാമിൻ. ദിതിപുത്രന്മാർക്ക് അനുയോജ്യം തന്നെ. മക്കളെ, ദിതിയുടെ പുത്രന്മാരാകയാൽ നിങ്ങൾ ദൈത്യന്മാരാകുന്നു. പക്ഷേ നിങ്ങൾ ഒരു മഹർഷിയുടെ സന്താനങ്ങളാണെന്നതും ഓർമ്മിക്കണം. അതിനാൽ ജീവിതത്തിൽ ധർമ്മവിരുദ്ധമായി പ്രവർത്തിക്കുക എന്ന തെറ്റ് ഒരിക്കലും ചെയ്തുകൂടാ. പിതാവിന്റെ ഈ ആജ്ഞ ഞങ്ങൾ എപ്പോഴും സ്മരിച്ചുകൊള്ളാം. പിതാവിന്റെ ഇച്ഛയ്ക്കും ആജ്ഞയ്ക്കും വിരുദ്ധമായി പ്രവർത്തിക്കണമെന്ന വിചാരം ഞങ്ങൾ ഒരിക്കലും തന്നെ ഉദിക്കുകയില്ല. മംഗളം ഭവ. കേൾക്കണം മക്കളെ. പിതാവിന്റെ ഇച്ഛയും ആജ്ഞയും അനുസരിച്ച് പ്രവർത്തിക്കുന്നതിനൊപ്പം നിങ്ങൾ രണ്ടുപേരും മാതാവിന്റെ ആഗ്രഹങ്ങളും പൂർത്തിയാക്കേണ്ടതുണ്ട്. നിങ്ങളെക്കുറിച്ച് എനിക്ക് ഒരാഗ്രഹമേ ഉള്ളൂ. നിങ്ങൾ 3 ലോകങ്ങളും കീഴടക്കി സ്വർഗത്തിന്റെ അധിപതികളായി തീരണം. ഒപ്പം 3 ലോകങ്ങളും നിങ്ങളുടെ ഭരണത്തിലാകണം. ആകും അമ്മേ, തീർച്ചയായും ആകും. ഞങ്ങൾ 3 ലോകങ്ങളും ആക്രമിച്ച് കീഴടക്കും. ആ അമ്മേ, ഞങ്ങൾ അവിടുത്തെ കാമനയ്ക്കും ഇച്ഛയ്ക്കും ഫലനിവൃത്തി ഉണ്ടാക്കും, തീർച്ച. ഞങ്ങൾ ജഗത്തിലെ സമസ്ത ദൈത്യരെയും ഒരുമിച്ച് ചേർത്ത് ഒരു ജൈത്രയാത്ര നടത്തും. എന്നിട്ട് ആദ്യം തന്നെ ഞങ്ങൾ സ്വർഗത്തിൽ അധികാരം സ്ഥാപിക്കും. അമ്മയുടെ ഇച്ഛ പോലെ ഞങ്ങൾ പ്രവർത്തിക്കും അമ്മേ. അമ്മ ഞങ്ങളെ വിശ്വവിജയത്തിനുള്ള യാത്ര ആരംഭിക്കാൻ അനുവദിച്ചാലും. ആശീർവാദങ്ങൾ. നിങ്ങൾ വിജയിക്കും. നാരായണ 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 ശ്രീമൻ നാരായണ നാരായണ നാരായണ. ദൈത്യവീരന്മാരെ, ശൂരവീര സൈനികരെ, ഒരു സത്യം മനസ്സിലാക്കുക. ഈ ജഗത്തിൽ ശ്രേഷ്ഠരും ശക്തിശാലികളും നാം മാത്രമാണ്. അതിനാൽ ഈ ജഗത്ത് മുഴുവൻ ഭരിക്കുക നമ്മുടെ മാത്രം അധികാരമാണ്. നാരായണ നാരായണ. നമുക്ക് 3 ലോകങ്ങളിലും അധികാരം സ്ഥാപിക്കണം. അത് നമ്മൾ സ്ഥാപിക്കും. നമ്മുടെ ഈ ജൈത്രയാത്രയിൽ ഏതെങ്കിലും ദേവനോ മനുഷ്യനോ എതിരിട്ടാൽ അവരെ ചവിട്ടി മാറ്റി നമുക്ക് മുന്നേറണം. ജഗത്തിൽ വിനാശത്തിനായി ഒരസുരൻ ധാരാളമാണ്. ഇവിടെ ഇതാ 2 അസുരന്മാർ ചേർന്ന് 3 ലോകങ്ങളിലും അധികാരം സ്ഥാപിക്കുവാൻ ഒരുക്കം കൂട്ടുന്നു. നാരായണ നാരായണ. എതിരിടുന്ന ഓരോ ശത്രുവിനെയും നശിപ്പിച്ച് നമുക്ക് ലക്ഷ്യത്തിലെത്തുവാനാകൂ. നമ്മുടെ ലക്ഷ്യമാണ് 3 ലോകങ്ങളിലും ദൈത്യഭരണത്തിന്റെ വിജയപതാക ഉയർത്തുക. ദൈത്യരാജൻ ഹിരണ്യാക്ഷൻ, മഹാരാജൻ ഹിരണ്യകശിപു, ദൈത്യരാജൻ ഹിരണ്യാക്ഷൻ. വിനാശകർമ്മങ്ങൾ താണ്ഡവം തുടങ്ങുന്നതിന് മുൻപേ തന്നെ ഇതിനെക്കുറിച്ചുള്ള വിവരം ഭഗവാൻ പരമശിവനെ അറിയിച്ചേ മതിയാകൂ. നാരായണ നാരായണ.
ഓം